പ്രിയപ്പെട്ട എല്ലാ ശാലോം പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ പരിചിന്തന വിഷയം നിത്യജീവനെ ചുറ്റിപ്പറ്റിയുള്ള ചില കാര്യങ്ങളാണ്. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, നിത്യജീവൻ എന്താ? നമ്മൾ വിചാരിക്കും അതിങ്ങനെ അനന്തമായിട്ട് നീളുന്ന ഒരു ജീവിതം. അത് ശരി തന്നെയാണ്. അനന്തമായിട്ട് അവസാനിക്കാത്ത ഒരു ജീവിതമാണത് നിത്യജീവിതം. പക്ഷേ ആ ജീവിതം അങ്ങനെയാകുന്നത് മരണശേഷം മാത്രമാണ്. നേരെ മറിച്ച് ഈ നിത്യജീവൻ്റെ അനുഭവമാണ് പ്രധാനപ്പെട്ടത്. ആ ജീവൻ്റെ ക്വാളിറ്റി, അതാണ് പ്രധാനപ്പെട്ടത്. അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ചല്ല. ദൈർഘ്യം അത് വേറൊരു കാര്യമാണ്. നേരെ മറിച്ച് നിത്യജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ ക്വാളിറ്റി, ഗുണമേന്മയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമുക്കറിയാം, നമ്മൾ എത്രയോ തരത്തിലുള്ള ജീവനുകളുണ്ട്. മൃഗങ്ങളുടെ ജീവനുണ്ട്, ചെടികളുടെ ജീവനുണ്ട്, മനുഷ്യൻ്റെ ജീവനുണ്ട്, പലതരത്തിലുള്ള ജീവനുണ്ട്. ഈ ജീവനുകളുടെ അവരുടെ ജീവിതത്തിൻ്റെയും പ്രത്യേകത എന്താണ്? അത് മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. മനുഷ്യനെ നിർവചിക്കുന്നത് ചിന്തിക്കുന്ന ഒരു മൃഗമായിട്ടാണ്. ചിന്താശക്തിയുള്ള മൃഗം എന്ന് പറഞ്ഞാൽ മറ്റ് മൃഗങ്ങൾക്ക് ചിന്താശക്തിയില്ല. പക്ഷേ ഈ ചിന്താശക്തി തന്നെ ഒരുപാട് മാറ്റങ്ങൾ മനുഷ്യനിലുണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ അഭാവം മൃഗങ്ങളിൽ മറ്റു തരത്തിലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ നിത്യജീവനെക്കുറിച്ച് പറയുമ്പോൾ അത് മനുഷ്യൻ്റെ ജീവനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. വേറുള്ള ജീവികളുടെ ജീവനെക്കുറിച്ചല്ല, ജീവിതത്തെക്കുറിച്ച് പറയില്ല. ഇനി അതുപോലും അനന്തമായിട്ട് നീളുന്ന ജീവൻ, നിത്യജീവൻ, ഒരുപക്ഷെ നരകം, അത് നിത്യം തന്നെയാണല്ലോ. ആ ജീവിതത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തോടൊന്നിച്ചുള്ള ജീവിതത്തെക്കുറിച്ചാണ്. ദൈവത്തോടൊന്നിച്ചുള്ള ജീവിതം അവസാനിക്കാതിരിക്കുന്നത് മരണശേഷം മാത്രമാണ്. ഈ ലോകത്തിലത് അവസാനിക്കും. പക്ഷേ അവസാനിക്കുമ്പോൾ നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ നിത്യജീവനെക്കുറിച്ച് പറയുമ്പോൾ അത് കേവലം അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ചല്ല പറയുന്നത്, പ്രത്യുത അതിൻ്റെ ക്വാളിറ്റി, ഗുണമേന്മയെക്കുറിച്ചാണ്. ചിലരിങ്ങനെ ജീവിക്കുന്നുണ്ടാകും, ഒരുതരം എക്സിസ്റ്റൻസ്, നിലനിൽപ്പ് മാത്രം. അതല്ല, ദൈവത്തോടു കൂടിയായിരിക്കുക. അതിനെ നമ്മൾ നിത്യജീവനെന്ന് വിളിക്കുകയുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്: ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക, ഇതാണ് നിത്യജീവൻ. ഇത് കർത്താവ് പറയുന്നതാണ്. അപ്പോൾ പിതാവായ ദൈവത്തെ, അല്ലെങ്കിൽ ദൈവത്തെ മുഴുവനായിട്ട് അറിയുക, നമുക്ക് യേശുക്രിസ്തു കാണിച്ചു തന്നിട്ടുള്ള മാർഗ്ഗങ്ങൾ അതറിയുക, അതാണ് നിത്യജീവൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ അറിവ് എന്താണെന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്ന അറിവ് പുസ്തകത്തിൽ നിന്ന് വായിച്ച് നമ്മുടെ ബുദ്ധിയിലുള്ള അറിവാണ്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. നേരെ മറിച്ച് ഈ അറിവ് എന്ന് പറയുന്നത് അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നു. അതിനെയാണ് അറിവെന്നിവിടെ പറയുന്നത്. അങ്ങനെ ദൈവം അയച്ച യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അനുഭവിക്കുമ്പോഴാണ്, ആ അനുഭവിക്കുന്ന ഭാഗത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവൻ നിത്യജീവനായി മാറുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി മാറുന്നു. നമുക്കറിയാം, നമ്മളൊരു തുണി അലക്കിയിട്ട് അതിന് നീലം മുക്കുന്നു. അപ്പോൾ നിറമില്ലാതിരുന്ന ഒരു തുണിക്ക് നീലത്തിൻ്റെ അംശം ചെന്ന് കഴിയുമ്പോൾ ഒരു നീല നിറം വരുന്നു. ഇതുപോലെ തന്നെ നമ്മൾ ഏതൊരു വസ്തുവിനും കളറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം മാറുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വന്ന് അവിടെ വാസമുറപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റമുണ്ട്. അത് ദൈവികമായ സാന്നിധ്യമുള്ള ഒരു ജീവിതമായി മാറുന്നു. അതാണ് നിത്യജീവൻ. ഇനി അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു ജീവനായി മാറിക്കഴിയുമ്പോൾ പിന്നെ അത് ദൈവം പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്,
ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ അത് നിലനിൽക്കും. അതായത് നമ്മിൽ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നു കഴിയുമ്പോൾ, ഈശോയുടെ സാന്നിധ്യം വന്നു കഴിയുമ്പോൾ, പിന്നെ നമ്മൾ ചെയ്യുന്നതും പറയുന്നതും പ്രവൃത്തി എല്ലാ കാര്യങ്ങളും ആ ഒരു ഗുണമേന്മയോട് കൂടിയതായിരിക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ തിന്മ ചെയ്യാൻ പിന്നെ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ ലേഖനത്തിൽ പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ച ആരും പാപം ചെയ്യലെന്ന് പറയുന്നത്. ദൈവത്തിനായിരിക്കുന്നവർക്ക് പിന്നെ പാപം ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് മനുഷ്യരാകുമ്പോൾ നമുക്ക് 100% 24 മണിക്കൂറും ദൈവത്തിലായിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ മർത്യമായ ശരീരമാണ്. അവിടെ ബലഹീനതകളുണ്ട്, അവിടെ പ്രശ്നങ്ങളുണ്ട്, സ്വാധീനങ്ങളുണ്ട്, പാപകരമായ സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും പാപരഹിതമൊന്നും ആയിരിക്കുകയില്ല. എങ്കിൽ പോലും ആവുന്നത്ര നമുക്ക് ആക്കിയെടുക്കാനായിട്ട് കഴിയും. അങ്ങനെ എത്രമാത്രം ദൈവികമാക്കുന്നോ നമ്മുടെ ജീവിതത്തെ, അത്രമാത്രം അത് നിത്യജീവനായി മാറും. അങ്ങനെ അതിൻ്റെ ഒരു പൂർണ്ണത വരണം എപ്പോഴാണ്? അത് ഈ ലോകത്തിൽ കിട്ടുകയില്ല, അത് ആ വരുന്ന ലോകത്തിലേ കിട്ടുകയുള്ളൂ. അത് അങ്ങോട്ട് കയറിക്കഴിയുമ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെയായിരുന്നുവോ അങ്ങനെ തന്നെയായിരിക്കും അവിടെ കിട്ടുക. അത് പിന്നെ മരണമില്ലാത്ത, അവസാനമില്ലാത്ത ഒന്നായിട്ട് നിത്യതയിലേക്ക് വിലയം പ്രാപിക്കുന്നു. അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നിത്യജീവൻ അങ്ങേ ലോകത്ത് മാത്രം കിട്ടേണ്ട ഒന്നാണ് എന്ന് ചിന്തിച്ച് ആരും നടക്കരുത്. കാരണം അത് ദൈവത്തോടു കൂടിയുള്ള ജീവിതമാണ്. എങ്ങനെയാണ് ആ നിത്യജീവൻ നഷ്ടപ്പെട്ടു പോയത് എന്ന് സൃഷ്ടിയുടെ കഥയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അവിടെ ആദവും ഹവ്വായും പഴം പറിച്ച് തിന്നു കഴിഞ്ഞപ്പോൾ ദൈവം വന്നിട്ട് അവരെ ചോദിക്കുന്നുണ്ട്. ചോദിക്കാൻ വരുമ്പോൾ വൈകുന്നേരം ഒന്നിച്ച് നടക്കാനിറങ്ങാൻ വരുമ്പോൾ നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആദം പറഞ്ഞു എനിക്ക് നാണമാകുന്നു. അവൻ മരത്തിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ അവനോട് ചോദിച്ചു നീ എന്തിനാണ് ഒളിച്ചിരിക്കുന്നത്? ഞാൻ നഗ്നനാണ്. നിന്നോട് ആര് പറഞ്ഞു? അപ്പോൾ അവൻ ആര് പറഞ്ഞെന്നല്ല പറയുന്നത്, ആ സ്ത്രീ തന്നല്ലേ സർപ്പം അത് ആ പഴം തിന്നു കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ചുരുക്കം ഇത്രയേ ഉള്ളൂ. നമ്മളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതായി പിശാചിൻ്റെ അവൻ്റെ ശക്തിയുടെ സാന്നിധ്യം വന്നു കഴിയുമ്പോൾ, തിന്മയുടെ സാന്നിധ്യം വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നു. നമുക്ക് പിന്നെ ദൈവത്തോട് അടുത്ത് നിൽക്കാൻ കഴിയില്ല. കാരണം ദൈവം അനന്ത വിശുദ്ധിയാണ്, അങ്ങോട്ട് തിന്മയ്ക്കൊന്നും പ്രവേശനമില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒളിച്ചിരിക്കും. പിന്നെ നമ്മൾ പള്ളിയിൽ പോവുകയില്ല, പിന്നെ നമ്മൾ ബൈബിൾ വായിക്കുകയില്ല, പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയില്ല. കാരണം എന്താണ്? നമ്മൾ ഈ ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞു. ദൈവത്തിൽ നിന്ന് അകന്നാൽ പിന്നെ ജീവൻ്റെ ക്വാളിറ്റി കുറഞ്ഞു. നമ്മൾ വെള്ളം എടുത്തൊരു ബക്കറ്റിൽ വെക്കുക, എന്നിട്ട് അതിനകത്തേക്ക് കുറേശ്ശെ മറ്റു വസ്തുക്കൾ ഇടുക. ഒരുപക്ഷെ ചില ചായങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷവസ്തുക്കളായിരിക്കാം, ചെളിയായിരിക്കാം. കാലക്രമത്തിൽ എന്ത് പറ്റും? ആ വെള്ളമല്ലാതായിത്തീരും. പിന്നെ അത് കുടിക്കാനല്ല ഒന്നിനും കൊള്ളുകയെന്നായിത്തീരും. ഇതുതന്നെയാണ് നമ്മളിൽ സംഭവിക്കുക. ഈ തിന്മയുടെ അംശമെല്ലാം വന്നു കഴിയുമ്പോൾ പിന്നെ ആ ജീവിതത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ് അത് കേവലം ഒരു മൃഗത്തിൻ്റെ തലത്തിലേക്ക് താഴ്ന്നെന്ന് വരാം. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, അവൻ ഒരു മൃഗത്തേക്കായി കഷ്ടമാണ് എന്ന് പറഞ്ഞ അർത്ഥം മൃഗം പോലും ചെയ്യലാത്ത കാര്യങ്ങളാണ് ഒരു മനുഷ്യനായ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവികമായ സാന്നിധ്യം ഇല്ലാതായി കഴിയുമ്പോൾ ആ നിത്യജീവൻ്റെ അനുഭവം തീർത്തും നമ്മളിൽ നിന്നില്ലാതാകുന്നു. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ഈ ക്രൈസ്തവമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്ന എന്തിനാണ്? പള്ളിയിൽ പോകുന്ന എന്തിനാണ്? കുമ്പസാരിക്കുന്ന എന്തിനാണ്? കുദാശകൾ സ്വീകരിക്കുന്ന എന്തിനാണ്? അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ നമ്മുടെ വിശ്വാസം അനുസരിച്ച് അതിന് ആ ആദ്യ മാതാപിതാക്കന്മാരുടെ പാപത്തിൻ്റെ ഒരംശം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ജീവിതത്തെ ഒന്ന് ക്ലിയറാക്കുകയാണ്. നമ്മളൊരു ഈ വാട്ടർ പ്യൂരിഫയർ ഇല്ലേ, വെള്ളം അതിലൂടെ കടത്തിവിട്ട് കഴിയുമ്പോഴാണല്ലോ ആ വെള്ളം ശുദ്ധിയാകുന്നത്. ഇതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ ജീവിതത്തെ നമ്മൾ ജ്ഞാനസ്നാനമാകുന്ന വെള്ളത്തിലൂടെ, ജ്ഞാനസ്നാനത്തിൻ്റെ ജലത്തിലൂടെ ഒന്ന് കടത്തിവിട്ടൊന്ന് നമ്മൾ ശുദ്ധിയാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശുദ്ധിയായ വെള്ളം പോലും പിന്നെയും അതിനകത്ത് ചെളിവാരി ഇട്ട് കഴിഞ്ഞാൽ, അല്ലെ മറ്റ് വസ്തുക്കൾ ഇട്ട് കഴിഞ്ഞാൽ ചീത്തയാകും. അപ്പോഴാണ് നമ്മൾ വീണ്ടും കുമ്പസാരം എന്ന കൂദാശയിൽ അത് ശുദ്ധീകരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ നിത്യജീവൻ എന്ന് പറയുന്ന ആ അവസ്ഥ ഈ ലോകത്തിൽ തന്നെ നമ്മൾ നിലനിർത്തണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും.
നമ്മൾ ഈ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് അതും ഇതുമൊക്കെ വാരി ഇടാതിരിക്കേണ്ടി വരും. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറേണ്ടി വരും. ആ നിത്യജീവൻ അതെന്താണ് എന്ന് വീണ്ടും നമ്മൾ സുഭാഷിതങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്, പരിശുദ്ധനായവനെ അറിയുന്നതാണ് യഥാർത്ഥത്തിലുള്ള അറിവ് എന്ന് പറയുന്നത്. പരിശുദ്ധനായവനെ അറിയുക, അതാണ് യഥാർത്ഥത്തിലുള്ള അറിവ്. അപ്പോൾ പരിശുദ്ധനായവൻ്റെ കൂടെ എപ്പോഴും നടക്കണം. ആ പരിശുദ്ധനായവൻ മറ്റാരുമല്ല, ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ യേശു ക്രിസ്തുവിനോട് കൂടെ നടക്കുമ്പോൾ മാത്രമേ പിന്നെ നമുക്ക് ഈ അറിവുണ്ട് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. നമ്മളെയൊക്കെ സ്നാനപ്പെടുത്തിയത് ഈ അറിവിലാണ്. ജ്ഞാനസ്നാനമാണ് നമ്മൾ സ്വീകരിച്ചത്. അതായത് ഈ പരിശുദ്ധനായവനെക്കുറിച്ചുള്ള ചെറിയൊരറിവ് നമുക്ക് തന്നു. ഇനി അത് വളർത്തേണ്ട ചുമതല നമ്മുടെയാണ്. അറിവ് കിട്ടിയിട്ട് മാത്രം കാര്യമില്ലല്ലോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഗ്രി എടുത്തു, കുറച്ച് അറിവ് കിട്ടി, പക്ഷേ നമ്മൾ പിന്നെ വായിക്കുകയില്ല, പഠിക്കുകയില്ല, ഒന്നും ചെയ്യുകയില്ലെങ്കിൽ ആ അറിവ് കൊണ്ട് പ്രയോജനമില്ല. കാരണം അത് കുറേ കഴിയുമ്പോൾ കാലഹരണപ്പെട്ടു പോകും, പുതിയ അറിവുകൾ വരും. അപ്പോൾ ഈ പരിശുദ്ധനായവനെക്കുറിച്ച് തന്നെ നമുക്കറിയാം, കാലഘട്ടങ്ങൾക്കനുസരിച്ച് അറിവ് മാറി മാറി വരും. ഓരോ തരത്തിലുമുള്ള വ്യക്തികൾക്ക്, ഓരോ പ്രദേശത്തുമുള്ള ആളുകൾക്ക് ഈ അറിവ് പകർന്നു കിട്ടുന്നത് വ്യത്യസ്തമായ രീതികളിലൂടെയാണ്. നമ്മളിന്ന് നമ്മുടെ മക്കളെക്കുറിച്ചൊക്കെ വിലപിക്കും. അവർക്ക് വിശ്വാസമില്ലെന്ന് പറയും. എന്തുകൊണ്ടാണ്? ഈ മക്കളിലേക്ക് ഈ പരിശുദ്ധനായവൻ്റെ അറിവ് നമ്മൾ പകർന്നു കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് ചിന്തിച്ച് നോക്കുക. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നു, എൻ്റെ മാതാപിതാക്കൾ അവർ എപ്പോഴും മക്കളുടെ നന്മയിൽ വിശ്വസിച്ചിരുന്നവരാണ്, അല്ലെങ്കിൽ നന്മ ഉണ്ടാകണം, അവർ നല്ലവരായി വളരണമെന്ന് ചിന്തിച്ചിരുന്നവരാണ്. അതിനവരെന്താ ചെയ്യുന്നത്? അവരിലുള്ള ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ ഈ മക്കളിലേക്കും കൊടുക്കാനായിട്ട് പരിശ്രമിക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളിപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഭിക്ഷക്കാർ വരും. ഭിക്ഷക്കാർ വരുമ്പോൾ അമ്മയ്ക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഭിക്ഷ കൊടുത്ത് വിടാം. പക്ഷേ അന്ന് അങ്ങനെയല്ല ചെയ്യുക. അന്ന് ചെയ്യുന്നത് എങ്ങനെയാണ്? അന്ന് പണമൊന്നും കൊടുക്കാനില്ല, പകരം ഒരു പിടി അരിയായിരിക്കും കൊടുക്കുക. അപ്പോൾ ഇയാളുടെ അടുത്തൊരു സഞ്ചി കാണും. ഈ സഞ്ചിയിലേക്ക് അമ്മ ഒരു പിടി അരി വാരിത്തരും അമ്മയുടെ കൈ കൊണ്ട്. പക്ഷേ ചെറിയ കുട്ടികളുടെ കൈയാകുമ്പോൾ അത് 2 കൈയും കൂട്ടിപ്പിടിക്കണം. ആ 2 കൈയും കൂട്ടിപ്പിടിച്ച് അമ്മ തരുന്ന ഒരു പിടി അരി ആ ഭിക്ഷക്കാരൻ്റെ സഞ്ചിയിലേക്ക് കൊണ്ടിട്ട് കൊടുക്കും. അതെന്തിനാണ് ചെയ്യുന്നത്? അതൊരു മൂല്യം പഠിപ്പിക്കുകയാണ്. അതായത് നിൻ്റെ അടുത്ത് വന്ന് ഭക്ഷണത്തിനായിട്ട് കൈ നീട്ടുന്നവനെ നീ വെറും കൈയോടെ പറഞ്ഞു വിടരുത്. നിന്നെപ്പോലെ തന്നെ അവനും അവകാശമുണ്ട് എന്ന് ആ കുഞ്ഞിനെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അറിവ് ആ കുഞ്ഞിന് അങ്ങനെയാണ് പകർന്നു കൊടുക്കുന്നത്. ഒരുപാട് വലിയ പ്രസംഗം നടത്തിയിട്ടല്ല, നേരെ മറിച്ച് ഒരു മാതൃകയിലൂടെയാണ് കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ പറയും ചിലപ്പോൾ ഭിക്ഷക്കാർ വേറെ എന്തെങ്കിലും വിളിക്കാൻ പാടില്ലാത്ത വാക്കുകൾ, പ്രാന്തനെന്നോ, കാരണം അവർ തലമുടി ഒന്നും ചെയ്തിട്ടുണ്ടാകുകയില്ല, വൃത്തികെട്ട വസ്ത്രമൊക്കെ ആയിരിക്കും അവിടെ. അപ്പോൾ ചിലപ്പോൾ പ്രാന്തൻ എന്നൊക്കെ വിളിക്കും. അപ്പോൾ അമ്മ പറയും, മക്കളെ അങ്ങനെയൊന്നും വിളിക്കരുത്, ആ ചേട്ടാന്നേ വിളിക്കാവുള്ളൂ. അതൊരു മൂല്യമാണ്. കാരണം മറ്റു മനുഷ്യരെ നാം ബഹുമാനിക്കണം. ചുരുക്കത്തിൽ ഈ അറിവ് പകർന്നു കൊടുക്കുന്ന ജ്ഞാനസ്നാനം, ജ്ഞാനത്തിൽ നമ്മൾ കുളിപ്പിച്ചെങ്കിലും പിന്നീട് അത് പകർന്നു കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെയും മറ്റുള്ളവരുടെയും ചുമതലയാണ്. അത് കൊടുക്കുന്നില്ലെങ്കിൽ ഈ കുഞ്ഞിൽ ഒരിക്കലും നിത്യജീവൻ ഉണ്ടാവില്ല. കാരണം ആ കുഞ്ഞിന് ഈ തരത്തിലുള്ള അറിവ് വർദ്ധിപ്പിക്കാനായിട്ടിടയാകുന്നില്ല. കർത്താവിനെക്കുറിച്ചുള്ള അറിവിൽ സ്നാനപ്പെട്ടെങ്കിലും ചെറിയൊരു അനുഭവം കിട്ടിയെങ്കിലും സ്വാഭാവികമായിട്ടത് വളർത്തിയെടുക്കണം. നമ്മളൊരു തൈ നടുന്നത് പോലെയുള്ളൂ. ഒരു ചെടി നട്ടു, പക്ഷെ നട്ടുവെച്ചിട്ട് കാര്യമില്ലല്ലോ. വെള്ളം ഒഴിക്കണം, വളം കൊടുക്കണം, പരിചരിക്കണം, മറ്റ് മൃഗങ്ങളൊന്ന് തിന്നാതെ നോക്കണം, ഉണങ്ങിപ്പോകാതെ നോക്കണം, വെയിൽ വരുമ്പോൾ അതിന് തണൽ കൊടുക്കണം. അങ്ങനെയൊക്കെ അത് വളരുകയുള്ളൂ. ഇത് തന്നെയാണ് നിത്യജീവൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണമെന്നുണ്ടെങ്കിൽ, ദൈവികമായ സാന്നിധ്യം വളരണമെന്നുണ്ടെങ്കിൽ അതിന് മുതിർന്നവർ നന്നായിട്ട് അധ്വാനിക്കണം. അല്ല അവരവരുടെ വഴിക്ക് പോകും. സാമാന്യഗതിയിൽ ഒരു ചെടി അത് സൂര്യപ്രകാശം എവിടെയുണ്ട് അങ്ങോട്ട് പോകാനാണ് ശ്രമിക്കുക, അങ്ങോട്ടാണ് വളരുക. അപ്പോൾ നമ്മൾ പിടിച്ചുവിടണം, അല്ലെങ്കിൽ ആ സൂര്യപ്രകാശം എല്ലാ വശത്തും കിട്ടുന്ന രീതിയിലാക്കി കൊടുക്കണം. ഇതൊക്കെ മാതാപിതാക്കളുടെ ചുമതലയാണ്. അപ്പോൾ ഈ നിത്യജീവൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന് അവർക്ക് മനസ്സിലാകുന്ന ചില ഭാഷാ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം, മൂല്യങ്ങൾ കൊടുക്കണം, ക്രൈസ്തവമായ മൂല്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ് ക്രൈസ്തവമായ അർത്ഥത്തിൽ നീതി എന്ന് പറയുന്നത്?
അത് നമ്മളുടെ പ്രവർത്തനത്തിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കണം. ഒരു ഉദാഹരണം, ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കുന്നു. അപ്പോൾ ആരുടെയെങ്കിലും ഭാഗത്തായിട്ട് തെറ്റ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ മിണ്ടാതിരിക്കുന്നു, ക്ഷമിക്കുന്നു, സഹിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ സമാധാനമുണ്ടാകും. അതൊരു ക്രൈസ്തവമായ മൂല്യമാണ്. അപ്പോൾ മക്കൾ ചിലപ്പോൾ പറഞ്ഞു വരും, ആ പപ്പ അങ്ങനെയൊക്കെ പറഞ്ഞു, അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല മമ്മി എന്ന് പറയുമ്പോൾ മമ്മി എന്ത് പറയണം? മക്കളെ അങ്ങനെയല്ലത്, നമ്മൾ അങ്ങനെ ചെയ്യേണ്ടവരല്ല. അത് നമുക്കങ്ങനെ തോന്നുമെങ്കിലും അങ്ങനെ അല്ലത് ചെയ്യേണ്ടത്. കാരണം എന്താണ്? നമ്മൾ ക്രൈസ്തവരാണ്. ക്രൈസ്തവർക്ക് വേറൊരു ശൈലിയാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെ ഓരോ കാര്യത്തിലും നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, ചെയ്തു കൊടുക്കുക, കാണിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ഇപ്പോൾ പരീക്ഷ വരുമ്പോൾ എല്ലാവർക്കും വലിയ വേവലാതിയാണ്. തോക്കുമോ. അല്ലെ അഡ്മിഷൻ കിട്ടുന്നില്ല, എത്ര നല്ല സ്കൂളിൽ കിട്ടിയാലും പോരാ. അല്ലെങ്കിൽ പിള്ളേർ മാർക്ക് മേടിച്ചത് പോരാ, 99.25 മേടിച്ചാലും പിന്നെയും പറയും 100 മേടിക്കാഞ്ഞത്. ഇവിടെയൊക്കെ നമ്മൾ തെറ്റായ മൂല്യങ്ങളാണ് കൊടുക്കുന്നത്, നിത്യജീവൻ കൊടുക്കുന്നില്ല. നേരെ മറിച്ച് ആ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, മക്കളെ പേടിക്കണ്ട, നിങ്ങൾ 99 കിട്ടിയുള്ളൂ, സാരമില്ല. അതിപ്പോൾ നമുക്കെല്ലാം മുഴുവൻ കിട്ടാൻ പറ്റിയല്ലോ, പക്ഷേ പരിശ്രമിക്കുക, കിട്ടുന്ന അത്രയും കിട്ടും. എല്ലാവർക്കും ഒരേ ബുദ്ധിയല്ലോ കൊടുത്തിരിക്കുന്നത് ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിക്കുള്ളിൽ ഒതുങ്ങുന്നതാണ് നമുക്ക് കിട്ടുന്നത്. അതേ സമയത്ത് നമ്മൾ പരിശ്രമിക്കണം. വേവലാതിപ്പെടേണ്ട കാര്യമില്ല, നമുക്ക് ദൈവം നമ്മളോട് കൂടിയുണ്ട്. ഇങ്ങനെ നിരന്തരമായിട്ട് കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിൽ ഒരു രോഗം വരുന്നു, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അയ്യോ പാവേ ഞാനെന്ത് ചെയ്യും എന്ന് പറഞ്ഞ് വേവലാതിപ്പെടുമ്പോൾ മക്കൾക്ക് മനസ്സിലാകും അവിടെ എന്തോ പ്രശ്നമുണ്ട്. അതേസമയത്ത് ഈ അമ്മ അല്ലെങ്കിൽ അപ്പൻ സമാധാനത്തിൽ ശാന്തിയിൽ ഇരിക്കുകയാണെങ്കിൽ, ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുകയാണെങ്കിൽ ഈ കുഞ്ഞിന് ആ നിത്യജീവൻ്റെ അനുഭവം ഉണ്ടാകും. ജ്ഞാനസ്നാനത്തിൽ സ്വീകരിച്ച ആ അറിവ് അത് വളർന്ന് വരികയായിരിക്കും അതിലൂടെയെല്ലാം. അപ്പോൾ ഈ നിത്യജീവനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഓർക്കണം, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അതേക്കുറിച്ച് പറയാൻ. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 22-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവൻ ദരിദ്രർക്കും അശരണർക്കും ന്യായം നടത്തി കൊടുത്തു, അന്ന് എല്ലാം നന്നായിരുന്നു. എന്നെ അറിയുകയെന്നാൽ ഇത് തന്നെയല്ലേ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഭിക്ഷക്കാരുടെ കാര്യം പറഞ്ഞു, മറ്റുള്ളവരെ പരിഗണിക്കുന്ന കാര്യം പറഞ്ഞു. ഇവിടെ ജെറമ്യാ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നത് എന്താണ്? എന്നെ അറിയുകയെന്നാൽ ഇത് തന്നെയല്ലേ, അതായത് ദരിദ്രർക്കും അഗതികൾക്കും ന്യായം നടത്തി കൊടുത്തു. ദരിദ്രർക്കും അഗതികൾക്കും, അതായത് ആരോരും സഹായിക്കാനില്ലാത്തവരാണ് അവർ. നമുക്ക് പലപ്പോഴും താല്പര്യം എന്താണ്? വലിയവരുടെ കൂടെ ആയിരിക്കാനാണ്. നമുക്കിപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാനാണെങ്കിൽ പരിശുദ്ധ പിതാവിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നമുക്ക് താല്പര്യമാണ്. പ്രധാനമന്ത്രിയുടെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ താല്പര്യമാണ്. അവർക്കൊന്നും നമ്മുടെ സഹായം ആവശ്യമില്ല. നേരെ മറിച്ച് അഗതികൾക്കും ദരിദ്രർക്കും നമ്മുടെ സഹായം ആവശ്യമുണ്ട്. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ കർത്താവ് പറയുന്നത്, എന്നെ അറിയുക എന്ന് പറഞ്ഞ ഇതൊക്കെയല്ലേ. നിന്നിൽ ഈ നിത്യജീവൻ്റെ സാന്നിധ്യമുണ്ടാകുമ്പോൾ, നിന്നിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകുമ്പോൾ നീ ഇതൊക്കെ തനിയേ ചെയ്യും. അഗതികൾക്കും ദരിദ്രർക്കും നീ ന്യായം നടത്തി കൊടുക്കും. അങ്ങനെ വരുമ്പോൾ അതിനർത്ഥം നീ എന്നെ അറിഞ്ഞുവെന്നാണ്, നീ എന്നെ മനസ്സിലാക്കിയെന്നാണ്. അതായത് ഞാൻ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, എൻ്റെ സ്വഭാവം എന്ത് എന്ന് നീ മനസ്സിലാക്കി. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നീയും അതുപോലെ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഈ കരിസ്മാറ്റിക്കിൻ്റെയൊക്കെ ആദ്യകാലങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ അധികം വചന ആഭിമുഖ്യമൊന്നും ഇല്ലാതെ നടന്ന മനുഷ്യർ, വിശ്വാസമൊന്നും ഇല്ലാതെ നടന്ന മനുഷ്യർ, പള്ളിയിലൊന്നും കയറാതെ നടന്ന മനുഷ്യർ, അവർ ഈ കരിസ്മാറ്റിക് ധ്യാനത്തിൽ പോവുകയും വചനം കേൾക്കുകയും അത് വായിക്കുകയും ധ്യാനിക്കുകയും അതിലൂടെ രൂപാന്തരപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവരെന്താ ചെയ്തത്? അവരിത് തന്നെയാണ് ചെയ്തത്. തിരിച്ച് വീട്ടിലേക്ക് എന്നിട്ട് ഒരുപാട് മനുഷ്യരുണ്ട്, സാധാരണ മനുഷ്യർ, അവരവരുടെ വീടും പറമ്പും ഒക്കെ ഒരുപക്ഷെ ഇങ്ങനെയുള്ള അശരണർക്കും അഗതികൾക്കുമായിട്ട് മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. എത്രയോ പേരിന്ന് അങ്ങനെ നടത്തുന്നുണ്ട്. ആരും പറഞ്ഞിട്ടല്ല, നേരെ മറിച്ച് ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, രക്ഷകനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ദൈവത്തെ അറിഞ്ഞാൽ പിന്നെ, നമുക്ക് ആ നിത്യജീവൻ്റെ അനുഭവം ഉണ്ടായാൽ പിന്നെ നമുക്ക് ആ ദൈവത്തെ പോലെ ചെയ്യാൻ പറ്റുകയുള്ളൂ. മറ്റു വാക്കുകളിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഇതുവരെയും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല എന്നാണ്. ഈശോയെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല.
നമ്മളിന്ന് നമ്മുടെ കുടുംബജീവിതങ്ങൾ, നമ്മളുടെ വ്യക്തി ജീവിതങ്ങൾ, ഉദ്യോഗതലത്തിലെ ജീവിതങ്ങൾ ഒക്കെ എടുത്ത് നോക്കുക. നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ? ഈ നിത്യജീവൻ്റെ ആ ഒരു അനുഭവം നമ്മളുടെയൊക്കെ ജീവിതം അതായി മാറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വളരെ കാതലായിട്ടുള്ള മാറ്റങ്ങൾ നമ്മളിലൂടെ ഈ ലോകത്തിനുണ്ടാകും, നമ്മുടെ ചുറ്റുപാടുമുണ്ടാകും. ഓഫീസിൽ ജോലിയെടുക്കുന്നവർ, നമുക്കറിയാം അഴിമതി അത് വല്ലാത്തൊരു രോഗമാണ്. നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന, ഒരുപക്ഷെ ക്യാൻസറിനേക്കാളും ഒക്കെ അതിഭീകരമായൊരു രോഗമാണ് കൈക്കൂലി, അഴിമതി. നമ്മുടെ റോഡുകളും പാലങ്ങളും നമ്മുടെ പൊതു പ്രസ്ഥാനങ്ങളും എല്ലാം ഇങ്ങനെ കിടക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ടും ലാഭകരമായിട്ടും പോകുമ്പോൾ എന്തുകൊണ്ട് ബാക്കി അങ്ങനെ കിടക്കുന്നു? കാരണം മറ്റൊന്നുമല്ല, ഈ അഴിമതിയാണ്, കൈക്കൂലിയാണ്. ഇവിടെ ക്രൈസ്തവരായ നമുക്ക്, നമ്മൾ ദൈവത്തെ അറിഞ്ഞവരാണെങ്കിൽ, നമ്മൾ ഈ നിത്യജീവൻ്റെ ഉടമകളാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ ജോലിയെടുക്കുന്ന ആ ചുറ്റുപാടുകളെ നമുക്ക് കുറേയെങ്കിലും മാറ്റാനായിട്ട് കഴിയും. പക്ഷേ പ്രയാസങ്ങളുണ്ടാകും, മറ്റുള്ളവർ നമ്മളെ വെറുത്തെന്ന് വരും. അപ്പോൾ നമ്മൾ ഓർക്കുക കർത്താവിൻ്റെ വചനങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷം 7:7, ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ പറ്റില്ല, പക്ഷേ അത് എന്നെ വെറുക്കുന്നു, കാരണം അതിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ തിന്മയാണെന്ന് നമ്മൾ പറഞ്ഞാൽ പറയണ്ട, നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവർ പറയും നിങ്ങൾ ശരിയല്ല എന്ന് പറയും. അതതിൻ്റെ ഗതിയാണത്. അത് നമ്മൾ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കണം. പക്ഷേ അങ്ങനെ നമുക്ക് ഈ ലോകത്തെ മാറ്റിയെടുക്കാൻ കഴിയും, കുറേയെങ്കിലും, മുഴുവനുമല്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ ക്രൈസ്തവരുടെ വലിയൊരു ദൗത്യം ഇന്ന് ഈ സമൂഹത്തെ വീണ്ടും ഒന്ന് ഈ രീതിയിൽ നിത്യജീവൻ്റെ അനുഭവമുള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ്. ദൈവിക സാന്നിധ്യമുള്ള ഒരു സമൂഹമായിട്ട് മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ എവിടെയായിരുന്നാലും അവിടെ ഒരു പുളിമാവായിട്ട്, പ്രകാശമായിട്ട്, മനസാക്ഷിയായിട്ട് പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മളിന്ന് ഈ ഭൂമിയിൽ കോടാനുകോടി ക്രിസ്ത്യാനികളുണ്ട്. എല്ലാവരും അതൊന്ന് പ്രായോഗിക ജീവിതത്തിൽ വരുത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകം തന്നെ എത്രയോ അധികമായിട്ട് മാറുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. നമുക്ക് ഈ ക്രൈസ്തവമായിട്ടുള്ള ആ ഒരു സാന്നിധ്യം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ അത് കൊടുക്കാൻ കടപ്പാടുണ്ട്. ഇന്നത്തെ സാഹചര്യങ്ങളിൽ എല്ലാം വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ ക്രൈസ്തവ സമൂഹമാണ് പ്രത്യാശയുടെ കിരണം കൊടുക്കേണ്ടത്, പ്രകാശമായിട്ട് നിലകൊള്ളേണ്ടത്. അതങ്ങനെ ആകുന്നില്ലെങ്കിൽ നമ്മൾ പറയുടെ കീഴിൽ മൂടി വെച്ച വിളക്ക് പോലെ ആയിത്തീരും. നമ്മളൊക്കെ പുരപ്പുറത്ത് പറയുടെ മുകളിൽ പീഠത്തിന്മേൽ വയ്ക്കുന്ന വിളക്കുകളാകണം. അങ്ങനെ ഈ ലോകത്തെ പ്രകാശിപ്പിക്കണം, അതിന് ജീവൻ കൊടുക്കണം, അത് നിത്യജീവനാക്കി മാറ്റണം, ദൈവിക സാന്നിധ്യമുള്ള ഒന്നാക്കി മാറ്റണം. ഏവർക്കും അതിനുള്ള കൃപ കിട്ടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന.